നമസ്കാരം. Play all over Pietrkowski here at the end of round 3. The decision goes to Cassius Clay of the United States. 1860 സെപ്റ്റംബർ 5 അമേരിക്കയുടെ കായിക ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ദിവസം. ഒളിമ്പിക്സിൽ കാഷ്യസ് ക്ലേ എന്ന ഇതിഹാസം ലൈറ്റ് ഹെവി വെയ്റ്റ് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ദിവസം. അതിനു മുമ്പും അമേരിക്ക സ്വർണം നേടിയിട്ടുണ്ട് ബോക്സിംഗിൽ. പക്ഷെ അത് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ്, ഫ്ലൈ വെയ്റ്റ് തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു. ആദ്യമായിട്ടാണ് ഒളിമ്പിക്സിലെ ഒരു പ്രസ്റ്റീജ് ഇനമായ ലൈറ്റ് ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ അമേരിക്കയ്ക്ക് ഒരു സ്വർണം ലഭിക്കുന്നത്. തന്റെ 18-ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ അഭിമാനം വാനോളം ഉയർത്തിയ കാഷ്യസ് ക്ലേ തന്നെക്കാൾ വളരെ വർഷം മത്സര പരിചയമുള്ള 3 തവണ യൂറോപ്യൻ ചാമ്പ്യനായിരുന്ന പോളണ്ടുകാരൻ. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരമുണ്ടെന്ന് പണ്ട് പറഞ്ഞത് വളരെ ശരിയാണെന്ന് അർത്ഥമാക്കുന്ന രീതിയിലൊരു പേരുമാണ്. എഴുതുന്ന അങ്ങനെയൊക്കെ ആണെങ്കിലും വായിക്കേണ്ടത് സ്ബിഗ്നിഫ് യാൻ പെച്ചിസ്കോസ്കി എന്നാണ്. പക്ഷെ ആ ഒരു നേട്ടത്തിനും പിന്നിലുണ്ടായിരുന്ന ത്യാഗങ്ങളുടെയും വേദനകളുടെയും കഥകൾ പലർക്കും അറിയില്ല. തന്റെ 13-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഗോൾഡൻ ഗ്ലോവ്സ് വിജയം, 18 വയസ്സിനുള്ളിൽ 6 കെൻഡക്കി ഗോൾഡൻ ഗ്ലോവ്സ് കിരീടങ്ങൾ അദ്ദേഹം നേടി. അതുകൂടാതെ 2 ഷിക്കാഗോ ഗോൾഡൻ ഗ്ലോവ്സ് കിരീടം, 2 AAU അതായത് അമേച്ചർ അത്ലറ്റിക് യൂണിയൻ നാഷണൽ ബോക്സിംഗ് കിരീടം, കൂടാതെ 2 നാഷണൽ ഗോൾഡൻ ഗ്ലോവ്സ് കിരീടം. 6 വർഷത്തിനുള്ളിൽ കാഷ്യസ് ക്ലേയുടെ ഈ നേട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിലേക്ക് അയക്കേണ്ട ബോക്സിംഗ് താരം ആര് എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അത് കാഷ്യസ് ക്ലേ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പ്രധാനപ്പെട്ട കാര്യം വീട്ടിലെ ദാരിദ്ര്യമാണ്. രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പിതാവും, കൂടെ അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന മാതാവും, കൂടാതെ ഒരു അനുജനും, ഇത്രയും അടങ്ങിയ കുടുംബം. ഇത്തരം ഒരു സ്പോർട്സ് ഇനത്തിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പവർ സ്പോർട്സിന്റെ ഒരു പ്രധാന ചെലവെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഭക്ഷണ ചെലവാണ്. നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഫുഡ് നമ്മൾ നല്ലപോലെ കഴിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ അർണോൾഡിന്റെ ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ബോഡി ബിൽഡിംഗ് കരിയർ ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് അദ്ദേഹം ഓസ്ട്രിയൻ ആർമിയിൽ കമ്പൽസറി മിലിറ്ററി ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്ത കാലത്തായിരുന്നു. കാരണം ആ സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഫുഡ് കിട്ടുമായിരുന്നു. കാഷ്യസ് ക്ലേക്ക് അത്തരം ഒരവസ്ഥ അന്ന് അമേരിക്കയിലില്ല. ഇത്രയും നല്ല ഒരു ബോക്സിംഗ് താരത്തിന് കീറാത്തതായി യാതൊരു സ്പോർട്സ് ഡ്രസ്സും ഇല്ല. അദ്ദേഹത്തിന്റെ ഏത് ട്രാക്ക് സ്യൂട്ട് എടുത്താലും, ഏത് ഷോർട്സ് എടുത്താലും, ഏത് ടീഷർട്ട് എടുത്താലും അത് കീറി തുന്നിയതോ അല്ലെങ്കിൽ ചെറിയ ഹോൾസ് ഉള്ളതോ ഒക്കെ ആയ ഡ്രസ്സുകളായിരിക്കും. ഇത്തരം പല കാര്യങ്ങൾക്കുള്ള ചെലവിനായി അദ്ദേഹം പല രീതിയിൽ കഷ്ടപ്പെട്ടു. കന്യാസ്ത്രീ മഠത്തിലെ ജോലിയിൽ നിന്നുള്ള ആ ചെറിയ വരുമാനം കൊണ്ട് ആയത് എത്തിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഒരു സമയത്താണ് അദ്ദേഹത്തെ ഒരു സഹായ ഹസ്തം, അത് വേറെ ആരുമല്ല, ആദ്യത്തെ കോച്ച് ജോയി മാർട്ടിനായിരുന്നു. കാഷ്യസ് ക്ലേ തുടക്കത്തിലെ പ്രഖ്യാപിച്ചിരുന്ന കാര്യമുണ്ട്, ഒളിമ്പിക്സ് മെഡൽ ഞാൻ നേടും, അതിനുശേഷം ഞാൻ പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് കടക്കും. ഈ പ്രൊഫഷണൽ ബോക്സിംഗിൽ കടക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ പൈസ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഈ ഒളിമ്പിക്സ് പോലുള്ള അമേച്ചർ ബോക്സിംഗിൽ നിന്ന് കാര്യമായ പ്രതിഫലമൊന്നും ലഭിക്കില്ല. ഒളിമ്പിക്സ് എന്നുള്ള ഒരു ടൈറ്റിൽ നേടുമ്പോഴുള്ള ഗ്ലാമർ അല്ലാതെ പ്രതിഫലമെല്ലാം വളരെ കുറവാണ്. ഒപ്പം അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രചോദനം കൊടുത്തിരുന്ന കോച്ച് ഫ്രെസ്റ്റോവർ. കാഷ്യസ് ക്ലേ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തെ അദ്ദേഹമാക്കിയത് ഫ്രെസ്റ്റോവറാണ്. ഫ്രെസ്റ്റോവറിന്റെ കീഴിലുള്ള കഠിന പരിശീലനം, പല രീതിയിലുള്ള വ്യായാമ മുറകളും, അതുകൂടാതെ ബോക്സിംഗ് ഫൈറ്റിന്റെ അടവുകളും എല്ലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫ്രെസ്റ്റോവറാണ്. ഫ്രെസ്റ്റോവറുടെ നിർദ്ദേശപ്രകാരം കാഷ്യസ് ക്ലേ ധാരാളം ഹെവി വെയ്റ്റ് ബോക്സിംഗ് മത്സരങ്ങൾ ടിവിയിലും മറ്റും നിരീക്ഷിച്ചു. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഹെവി വെയ്റ്റ് താരങ്ങൾ മിക്കവാറും വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും വരുന്ന പഞ്ചുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയാറില്ല. ആ ഒരു പരിമിതി മറികടക്കുന്ന രീതിയിലുള്ള പരിശീലനമായിരുന്നു കാഷ്യസ് ക്ലേ തുടക്കത്തിലേ നേടിയിരുന്നത്. അത് അദ്ദേഹത്തിന്റെ എല്ലാ ബോക്സിംഗ് മത്സരങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം എതിരാളികളെക്കാൾ വളരെ ഫാസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന ഒരു ആപ്തവാക്യം തന്നെ അതായിരുന്നു, ഫ്ലൈ ലൈക്ക് എ ബട്ടർഫ്ലൈ, സ്റ്റിംഗ് ലൈക്ക് എ ബീ. ഒരു ചിത്രശലഭത്തെ പോലെ പറന്നു കിടക്കുക,
തേനീച്ചയെ പോലെ കുത്തുക. ആ രീതിയിലുള്ള ഒരു ആക്രമണ ശൈലിയാണ് അദ്ദേഹം ബോക്സിംഗിൽ അവലംബിച്ചത്. പ്രൊഫഷണൽ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ധാരാളം പണം വരുന്ന ഒരു മേഖലയാണ്. അവിടെ എല്ലാ ബോക്സിംഗ് താരങ്ങൾക്കും ഒരു മാനേജർ ഉണ്ടാവും. നല്ലൊരു മാനേജറാണ് നല്ല ഒരു ബോക്സിംഗ് താരത്തിന്റെ പ്രധാന വിജയ രഹസ്യം. ബോക്സിംഗ് താരം എപ്പോഴും പരിശീലനത്തിലും മറ്റ് അദ്ദേഹത്തിന്റെ മത്സരത്തിന്റെ ഇനങ്ങളിലും മാത്രം ശ്രദ്ധിക്കുമ്പോൾ മാനേജറാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതും പ്രതിഫലത്തുക തീരുമാനിക്കുന്നതും അതിനുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നതും. അതുകൊണ്ട് നല്ലൊരു മാനേജർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഒരു ബോക്സിംഗ് താരത്തിന് വിജയിക്കാൻ കഴിയൂ. ഭക്ഷണത്തിനും മറ്റ് അത്യാവശ്യങ്ങൾക്കുമായി കഷ്ടപ്പെടുന്ന കാഷ്യസ് ക്ലേയുടെ വീട്ടിലേക്ക് ഒരു ദിവസം പഴയ കോച്ച് ജോയി മാർട്ടിൻ കയറി വരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതായത് കാഷ്യസ് ക്ലേ പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് കടക്കുമ്പോൾ ജോയി മാർട്ടിൻ മാനേജറായിരിക്കും. കാഷ്യസ് ക്ലേയുടെ എല്ലാ ചെലവുകളും ജോയി മാർട്ടിൻ സ്പോൺസർ ചെയ്യും. അതുകൂടാതെ 10 വർഷത്തേക്ക് ആഴ്ചയിൽ $10 വെച്ച് കാഷ്യസ് ക്ലേക്ക് പ്രതിഫലം കൊടുക്കും. കാഷ്യസ് ക്ലേ അത് വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കാൻ തുടങ്ങിയെങ്കിലും സീനിയർ കാഷ്യസ് ക്ലേ, അതായത് പിതാവ്, അത് നിഷ്കരണം തള്ളിക്കളഞ്ഞു. കാരണം ഈ പ്രൊഫഷണൽ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനും 10,000-കണക്കിനും ഡോളർ ഒഴുകുന്ന സ്ഥലമാണ്. 10 വർഷത്തേക്ക് ആഴ്ചയിൽ $10 ഒരാളെ സ്പോൺസർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ മത്സരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബാക്കി പ്രതിഫലം മുഴുവൻ ഈ സ്പോൺസർ ചെയ്യുന്ന ആൾ അടിച്ചു മാറ്റുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ജോയി മാർട്ടിന്റെ ആ എഗ്രിമെന്റ് പിതാവ് തള്ളിക്കളഞ്ഞു. ജോയി മാർട്ടിന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു പ്രമുഖ വ്യവസായിയും കെൻഡക്കി സ്റ്റേറ്റ് കാഷ്യസ് ക്ലേയുടെ ലൂയിവിൽ സിറ്റിയിൽ താമസിക്കുന്ന വ്യക്തിയുമായ വില്യം റെയ്നോൾഡ്സ്. അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കാഷ്യസ് ക്ലേയെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്താൻ ഒരു അറിയിപ്പ് കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ കാഷ്യസ് ക്ലേ വില്യം റെയ്നോൾഡ്സിന്റെ വീട്ടിലെത്തുന്നു. അകത്തേക്ക് കയറുമ്പോഴേ അടുത്ത തോട്ടക്കാരൻ, അതൊരു വെളുത്ത വർഗ്ഗക്കാരനാണ്, ആക്രോശിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നു. ആ കർമ്മ, വഴി അപ്പുറത്തൂടെയാണ്. ഇത് വില്യം റെയ്നോൾഡ്സ് എന്നുള്ള വ്യവസായിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ആ തോട്ടക്കാരന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അയാൾ നീഗ്രമാണ്. അയാൾ പറഞ്ഞു, അത് മുതലാളി പറഞ്ഞിട്ട് വന്ന ആളാണ്. അതോടെ പിന്നെ തോട്ടക്കാരൻ ഒന്നായിരുന്നു. കാഷ്യസ് ക്ലേ ചോദിച്ചു, എനിക്ക് മിസ്റ്റർ വില്യം റെയ്നോൾഡ്സിനെ ഒന്ന് കാണാൻ പറ്റൂ? ആ അസിസ്റ്റന്റ് ഗവർണർ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ല, പക്ഷെ താങ്കളിവിടെ വന്നാൽ ആരെ കാണണം എന്ന് അദ്ദേഹം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. കാഷ്യസ് ക്ലേ നേരെ കൊണ്ടുപോയത് ആ വില്യം റെയ്നോൾഡ്സിന്റെ ഒരു ആന്റി ഉണ്ട്. ആ ആന്റിയാണ് ശരിക്കും ആ വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആള്. അദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം പിന്നെ ഓരോ പണികൾ ഏൽപ്പിക്കാൻ തുടങ്ങി. അത് ടോയ്ലറ്റ് ക്ലീനിങ്, നിലം തുടയ്ക്കൽ, അങ്ങനെ പല ജോലികളും ചെയ്തുകൊണ്ട് കാഷ്യസ് ക്ലേ ആ വീട്ടില് ജോലി ആരംഭിക്കുന്നു. പ്രതിഫലമായി 3 നേരം നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടും. ധാരാളം ബീഫ് അടങ്ങിയ ഭക്ഷണം. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമായി. എന്നും രാവിലെ 1 മണിക്കൂർ അദ്ദേഹം ഓടും റോഡിലൂടെ. ഈ റോഡിലൂടെയുള്ള ഓട്ടം വളരെ ചെറുപ്പത്തിൽ, അതായത് ഹൈസ്കൂളിൽ ജോയിൻ ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ ആരംഭിച്ച ഒരു കാര്യമാണ്. കാരണം 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനുജൻ റുഡോൾഫ് ക്ലേയും ഹൈസ്കൂളിൽ ജോയിൻ ചെയ്തു. പക്ഷെ ഈ ഹൈസ്കൂൾ വീടിൽ നിന്ന് കുറച്ച് അകലെയാണ്. പ്രൈമറി സ്കൂൾ വീടിന്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സിൽ യാത്ര ചെയ്യണം. പക്ഷെ ഈ 2 പേരുടെ ബസ് ചാർജ് മീറ്റ് ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കില്ല. കാഷ്യസ് ക്ലേ 2 വർഷം ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോഴും പക്ഷെ ഒരാൾക്കുള്ള ബസ് ചാർജ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാഷ്യസ് ക്ലേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അനിയൻ ബസ്സിൽ പോകട്ടെ, ഞാൻ ആ ബസ്സിന്റെ പുറകെ ഓടും. അന്ന് തുടങ്ങിയ ഓട്ടമാണ്. അത് ഈ കാലഘട്ടത്തിലും തുറന്നുകൊണ്ടിരിക്കുന്നു. എന്നും രാവിലെ 5 മണിക്ക് എണീറ്റ് ഓട്ടോ ആരംഭിക്കും. 1 മണിക്കൂർ ഓടിയതിനു ശേഷം ബസ്സിൽ കയറി ജിമ്മിലെത്തുന്നു. ഫ്രെഡ് സ്റ്റോവറുടെ ജിമ്മിലെത്തുന്നു. അവിടുത്തെ കഠിനമായ പ്രാക്ടീസിന് ശേഷം അടുത്ത ബസ് കയറി വില്യം റെയ്നോൾഡ്സിന്റെ വീട്ടിലെത്തുന്നു. 8 മണികളെല്ലാം ആരംഭിക്കുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ കുറച്ചു നേരം ഒന്ന് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നു. അത് ജസ്റ്റ് അറ്റൻഡൻസ് എന്നുള്ളൊരു കാര്യത്തിന് മാത്രം. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടുത്തെ അധ്യാപകർക്ക് അറിയാം. അവരെന്തായാലും വളരെ ഉദാരമായ ഒരു സമീപനമാണ് ആ കാര്യത്തിൽ കാഷ്യസ് ക്ലേയോട് സ്വീകരിച്ചിരുന്നത്. സത്യം പറഞ്ഞ ഈ 18-ാമത്തെ വയസ്സിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏകദേശം ആ സമയത്താണ് അദ്ദേഹത്തിന്റെ സ്കൂൾ ഫൈനൽ എക്സാമിനേഷന്റെ റിസൾട്ടും വരുന്നത്. അദ്ദേഹം സ്കൂൾ ഫൈനൽ എക്സാമിനേഷൻ പാസ്സായി. അതോടെ പഠനം അവസാനിപ്പിച്ചു. ഒളിമ്പിക്സ് മെഡൽ നേടി തിരിച്ച് US മയാമി എയർപോർട്ടിൽ വന്നിറങ്ങിയ കാഷ്യസ് ക്ലേയെ കാത്ത് വില്യം റെയ്നോൾഡ്സിന്റെ റോൾസ് റോയ്സ് കാർ വെയിറ്റ് ചെയ്തു. അതുവരെ വില്യം റെയ്നോൾഡ്സിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന കാഷ്യസ് ക്ലേയുടെ ഗ്ലാമർ കൂടി അദ്ദേഹം അമേരിക്കയുടെ അഭിമാനം ഉയർത്തിയിരിക്കുന്നു.
വരവേൽക്കാൻ കെൻഡക്കി സ്റ്റേറ്റ് ഗവർണർ മുതൽ ഒരുപാട് ആൾക്കാർ. താമസം ഏറ്റവും മുന്തിയ ഒരു ഹോട്ടൽ. തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന വ്യക്തികളെ കണ്ട കാഷ്യസ് ക്ലേ ശരിക്ക് അന്തം വിട്ട് നിൽക്കുകയാണ്. ബ്രിട്ടീഷ് കിരീടാവകാശി പ്രിൻസ് ഓഫ് വെയിൽസ്, കെൻഡക്കി സ്റ്റേറ്റ് ഗവർണർ. എല്ലാവർക്കും ഇന്ന് കാഷ്യസ് ക്ലേ അറിയാം. 18-ാമത്തെ വയസ്സിൽ ഒളിമ്പിക്സ് മെഡൽ നേടി ലോകം മുഴുവൻ പ്രശസ്തി നേടിയ കാഷ്യസ് ക്ലേ. അടുത്ത റൂമിലുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു, സംസാരിക്കുന്നു. അങ്ങനെ കാഷ്യസ് ക്ലേയുടെ പ്രശസ്തി വരികയാണ്. അല്പം കഴിഞ്ഞപ്പോഴേക്കും വില്യം റെയ്നോൾഡ്സ് നേരിട്ട് കാഷ്യസ് ക്ലേ റൂമിലെത്തി അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന കാലത്ത് ആകെ ഒരു തവണയാണ് വില്യം റെയ്നോൾഡ്സും കാഷ്യസ് ക്ലേയും കണ്ടുമുട്ടിയിട്ടുള്ളത്. അദ്ദേഹം എപ്പോഴും തിരക്കിലായിരിക്കും, ബിസിനസ് ടൂറുകളിലും മറ്റു കാര്യങ്ങളിലും ആയിരിക്കും. ഇപ്പൊ അതേ വില്യം റെയ്നോൾഡ്സ് കാഷ്യസ് ക്ലേയെ കാത്തു നിൽക്കുന്നു. മനസ്സിൽ ഒരു ഗൂഢ ഉദ്ദേശമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. കാഷ്യസ് ക്ലേ പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് കടക്കുമ്പോൾ കാഷ്യസ് ക്ലേയുടെ മാനേജർ ആവുക, അതോടെ ആയിരക്കണക്കിന് ഡോളറുകൾ വരുമാനം നേടാം എന്ന് വില്യം റെയ്നോൾഡ്സിനും അറിയാം. അതിനുള്ള ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി അധികം വൈകാതെ വില്യം റെയ്നോൾഡ്സ് കാഷ്യസ് ക്ലേയുടെ പിതാവിനെ സമീപിച്ചു. കാഷ്യസ് ക്ലേയുടെ എല്ലാ ചെലവുകളും വില്യം റെയ്നോൾഡ്സ് മീറ്റ് ചെയ്യുന്നു. കൂടാതെ $10,000 അഡ്വാൻസ് കൊടുക്കുന്നു. ഓരോ മത്സരത്തിന്റെയും പ്രതിഫല തുകയുടെ 40% കാഷ്യസ് ക്ലേക്ക് ലഭിക്കുന്നു. അതായത് 60% വില്യം റെയ്നോൾഡ്സ് എടുക്കും. എന്തായാലും നമ്മുടെ ജോയി മാത്തിന്റെ എഗ്രിമെന്റിനേക്കാൾ വളരെ മികച്ചതായിരുന്നു. പക്ഷെ കാഷ്യസ് ക്ലേയുടെ പിതാവ് അതും അംഗീകരിച്ചില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു മേഖലയാണ് പ്രൊഫഷണൽ ബോക്സിംഗ് എന്നുള്ള കാര്യം. അധികം വേഗം വില്യം റെയ്നോൾഡ്സിന്റെ നേതൃത്വത്തിൽ 10 കോടീശ്വരന്മാരടങ്ങിയ ഒരു ടീം ആ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു. പ്രതിഫല തുക 40% നിന്ന് 50% വർദ്ധിച്ചു. $10,000 അഡ്വാൻസ് എന്നുള്ള ആ ഒരു ടേം നിലനിർത്തുകയും ചെയ്യുന്നു. അത് പിതാവ് അക്സെപ്റ്റ് ചെയ്തു. അടുത്ത 6 വർഷത്തേക്ക് ആ ലൂയിവിൽ മില്യനർ ടീം കാഷ്യസ് ക്ലേയുടെ സ്പോൺസറേഴ്സ്. വാസ്തവത്തിൽ കാഷ്യസ് ക്ലേ ഉദ്ദേശിച്ചിരുന്ന ഒരു മാനേജർ പക്ഷേ ഇവരൊന്നും ആയിരുന്നില്ല. പ്രശസ്ത ബോക്സിംഗ് താരവും ആ സമയത്ത് പ്രൊഫഷണൽ ബോക്സിംഗ് നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയുമായ ഷുഗർ റേ റോബിൻസൺ ആയിരുന്നു. ഷുഗർ റേ റോബിൻസനെ കുറിച്ച് നമ്മൾ അർണോൾഡിന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളം ആ സമയത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ കാഷ്യസ് ക്ലേയുടെ മാനേജർ ആവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല കാഷ്യസ് ക്ലേ തന്നെ പിന്നീട് പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട്, അന്ന് ഷുഗർ റേ റോബിൻസൺ മാനേജർ ആവാത്തത് നന്നായി. കാരണം കാഷ്യസ് ക്ലേ ജനിച്ചു വളർന്ന കെൻഡക്കി സ്റ്റേറ്റിൽ വർണ്ണ വിവേചനം വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഷുഗർ റേ റോബിൻസന്റെ സ്ഥലമായ കാലിഫോർണിയയിൽ അത്രയും വർണ്ണ വിവേചനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർണ്ണ വിവേചനത്തിന്റെ തിക്തഫലങ്ങൾ ഷുഗർ റേ റോബിൻസന് കാര്യമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുമില്ല. അദ്ദേഹം മാനേജറായിരുന്നെങ്കിൽ വർണ്ണ വിവേചനത്തിനോട് കാഷ്യസ് ക്ലേ നടത്തിയ പോരാട്ടം ഈ രീതിയിൽ നടക്കില്ലായിരുന്നു. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ഷുഗർ റേ റോബിൻസൺ കാഷ്യസ് ക്ലേയുടെ കൂടെ ചേരുമ്പോൾ. അത് കാഷ്യസ് ക്ലേ പിന്നീട് മനസ്സിലായി. ഏതായാലും 6 വർഷത്തെ ആ ഒരു കോൺട്രാക്ട് നടപ്പിലാക്കി കാഷ്യസ് ക്ലേ പ്രൊഫഷണൽ ബോക്സിംഗ് രംഗത്തേക്ക് കടക്കുകയാണ്. അത്തരം ഓരോ മത്സരങ്ങളുടെയും വിശേഷങ്ങൾ ഇനി വരുന്ന വീഡിയോകളിൽ വിവരിക്കുന്നതായിരിക്കും. താങ്ക് യു.